So after zygote formation, embryogenesis takes place. Embryo formation ആണ് നടക്കുക സൈഗോട്ട് കഴിഞ്ഞാൽ. So development of embryo from zygote. സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോജെനിസിസ്. അപ്പോൾ സൈഗോട്ട് എങ്ങനെയാണ് എംബ്രിയോ ആയിട്ട് മാറണത്? അപ്പോൾ എംബ്രിയോ ആയിട്ട് മാറണമെങ്കിൽ സൈഗോട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കേണ്ടി വരിക? അപ്പോൾ നമ്മൾ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിളിൽ എങ്ങനെയാണ് ആ സൈഗോട്ട് ഒരു ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറണേന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി സാധാരണയായിട്ട് സൈഗോട്ട് എങ്ങനെയാണ് എംബ്രിയോ ഫോർമേഷൻ? സാധാരണ സൈഗോട്ടിൽ ഒരു സെൽ ഡിവിഷൻ നടക്കും. സോ സൈഗോട്ട് അണ്ടർഗോ സെൽ ഡിവിഷൻ. സോ ഹാപ്ലോയിഡ് ആണെങ്കിൽ ഈ സെൽ ഡിവിഷൻ എന്തായിരിക്കും? മിയോസിസ് ആയിരിക്കും. ഡിപ്ലോയിഡ് പോലത്തെയൊക്കെ ആണെങ്കിൽ അത് സാധാരണ മൈറ്റോസിസ് ആയിരിക്കും നടക്കാം. സോ ഈ സൈഗോട്ടിൽ സെൽ ഡിവിഷൻ നടക്കും, പ്ലസ് പിന്നെ നടക്കുന്നത് സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ബോഡിയില്ല, ഡിപ്ലോയിഡ് സൈഗോട്ടിൻ്റെ ബോഡിയില്ല ആ സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് 2, 4, 8, 16 അങ്ങനെ നമ്പർ ഓഫ് സെൽസ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ അതിനെ സെൽ ഡിവിഷൻ. സൈഗോട്ട് ആദ്യം സൈഗോട്ടിലുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഇൻക്രീസ് ഇൻ നമ്പർ ആയിട്ട് മാറും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ ഗ്രൂപ്പ് ഓഫ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് സെല്ലുകളൊക്കെ കൂടി കുറച്ച് ടിഷ്യൂ ആവാൻ തുടങ്ങും, പിന്നെ അതൊരു ഓർഗൻ ആവാൻ തുടങ്ങും, പിന്നെ അതൊരു ഓർഗൻ സിസ്റ്റം ആവും, ഫൈനലി അതൊരു ഓർഗാനിസം ആയിട്ട് മാറും. അതാണ് സെൽ ഡിഫറൻഷിയേഷൻ. സോ സൈഗോട്ട് ആദ്യം അതിൻ്റെ സിംഗിൾ സെല്ല് ഇൻക്രീസ് ചെയ്ത് നമ്പർ കൂട്ടി, അത് കഴിഞ്ഞ് അതിലുള്ള സെല്ലിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഡിഫറൻഷിയേറ്റ് സ്പെഷ്യലൈസ്ഡ് സെല്ലുകളായിട്ട് മാറും. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആയിട്ടും ഓർഗനായിട്ടും ഒരു ഓർഗൻ സിസ്റ്റമായിട്ടും എല്ലാ ഓർഗൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് മാറും. അതാണ് 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ സൈഗോട്ട് കഴിഞ്ഞ് എംബ്രിയോ ഫോർമേഷനിൽ വരുന്നത്. ഒന്ന് സെൽ ഡിവിഷൻ, രണ്ടാമത്തത് സെൽ ഡിഫറൻഷിയേഷൻ. ഇനി ഈ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് പാരന്റ് ബോഡി, ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഉള്ളിലാണോ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് നടക്കുന്നതിൻ്റെ പേരിൽ എനിമൽസിനെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എനിമൽസിനെ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഓവി പാരസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഓവി പാരസ്. അടുത്തത് വിവി പാരസ്. എന്തിൻ്റെ ബേസിലാണ്? സൈഗോട്ട് ഫോർമേഷൻ ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിമൽസിനെ 2ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഓവി പാരസ് ആൻഡ് വിവി പാരസ്. ഓവി പാരസിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക റെപ്റ്റൈൽസ്, ബേർഡ്സ്, അതൊക്കെയാണ് ഓവി പാരസ്. ഇവരുടെ ബോഡിയിൽ ഈ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈഗോട്ടിന് ചുറ്റും ഒരു കാൽക്കേറിയസ് ആയിട്ടുള്ള ഒരു ഷെല്ല് ഫോം ചെയ്യും. സൈഗോട്ടിന് ചുറ്റും ഒരു കാൽക്കേറിയസ് ആയിട്ടുള്ള ഷെല്ല് ഫോം ചെയ്യും. ആ ഫോം ചെയ്യണ എഗ്ഗുകളൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഒരു സേഫ് പ്ലേസിൽ ഡെപ്പോസിറ്റ് ആവും. എഗ്ഗ് ലേ ചെയ്യുന്നത് ഒരു സേഫ് സ്ഥലത്തായിരിക്കും. അവിടെ അതിന് മുമ്പായിട്ട് ആ എഗ്ഗിന് ചുറ്റും എന്താ ഒരു കാൽക്കേറിയസ് കവറിങ് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ബൈ നേച്ചർ അവർക്ക് ഒരു കാൽക്കേറിയസ് ഷെല്ലിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ എവിടെ എൻവയോൺമെന്റിലാണോ ആ എഗ്ഗ് ലേ ചെയ്ത് ആഫ്റ്റർ ഒരു പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ, കുറച്ച് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ അതിൽ നിന്ന് യങ് വൺസ് ഹാച്ച് ഔട്ട് ചെയ്യും. അതാണ് ഓവി പാരസ്. റെപ്റ്റൈൽസ്, ബേർഡ്സിലൊക്കെയാണ് അത് നടക്കുന്നത്. റെപ്റ്റൈൽസ്, ബേർഡ്സ്. സോ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സിലൊക്കെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഒരു കാൽക്കേറിയസ് ഷെല്ല് വെച്ച് കവർ ചെയ്ത് അതിനെ ഒരു സേഫ് എൻവയോൺമെന്റിൽ ലേ ഡൗൺ ചെയ്യും. അതിനുശേഷം ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ നിന്ന് യങ് വൺസ് ഹാച്ച് ഔട്ട് ചെയ്യും. ഇനി നോക്കുകയാണെങ്കിൽ വിവി പാരസ്. വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെജോറിറ്റി ഓഫ് ദ മാമൽസ് ഇൻക്ലൂഡിങ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, മാമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്, ഇതൊക്കെ വിവി പാരസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അവിടെ ഉണ്ടാവുന്ന സൈഗോട്ട് യങ് വൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഇൻസൈഡ്, അവരുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് സൈഗോട്ട് ടു നെക്സ്റ്റ് സ്റ്റേജസ് എംബ്രിയോജെനിസിസ് അല്ലെ എംബ്രിയോ ഫോർമേഷൻ, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ, ഈ സ്റ്റെപ്പുകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. അതാണ് വിവി പാരസ്. സോ മാമൽസ്, ഹ്യൂമൻ ബീയിങ്സിന്റെ പ്രത്യേകതയാണ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, അതിന്റെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ യങ് വൺസ്
ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ എംബ്രിയോ ഫോർമേഷൻ മുഴുവൻ നടക്കുന്നത് ഇൻസൈഡ് ദ ബോഡിയാണ്. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ഗ്രോത്ത് ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൽ യങ് വൺസ് ആയിട്ട് അത് ഡെലിവർ ചെയ്യും. സോ ഡയറക്റ്റ് ഗീവ് ബർത്ത് ടു യങ് വൺസിനെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയാം. സോ ആ യങ് വൺസ് ഒരു പ്രോപ്പർ പീരീഡ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞാൽ ഡെലിവേർഡ് ആവും. അതാണ് വിവിപാരസിന്റെ പ്രത്യേകത. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഒവിപാരസിനെ വെച്ച് വിവിപാരസ് എന്ന് പറഞ്ഞാൽ ഇവർ ഇൻസൈഡ് ദ ബോഡിയാണ് അവരുടെ സൈഗോട്ട് ടു എംബ്രിയോ ഫോർമേഷൻ, ആ എംബ്രിയോ ഫോർമേഷനിലുള്ള സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ ഒക്കെ നടക്കുന്നത് ഇൻസൈഡ് ദ ബോഡി ആയതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എംബ്രിയോണിക് കെയർ അവർക്ക് കിട്ടും. ഒരു എംബ്രിയോണിക് കെയർ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ അവർക്ക് ഇൻസൈഡ് ദ ബോഡി അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിവിപാരസ് പോലെയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ അനിമൽസ് ഒക്കെ പെട്ടെന്ന് സർവൈവ് ചെയ്യും. ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബിക്കോസ് അവർ ഒരു എൻവയോൺമെന്റിലാണ് അവർ എഗ്ഗിനെ ലേ ഡൗൺ ചെയ്യുന്നത്. സോ പ്രിഡേറ്റേഴ്സ് മേ ബി വന്ന് അവരെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള എംബ്രിയോണിക് കെയറും കിട്ടുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സർവൈവൽ ചാൻസ് കൂടുതലാണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒവിപാരസിനേക്കാളും വിവിപാരസിന് സർവൈവൽ ഓഫ് ദ യങ് വൺസ് കൂടുതലായിരിക്കും.